പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നെ പരിചയമുള്ളവരും എന്നെ പരിചയമില്ലാത്തവരുമുണ്ട്. വളരെ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുകയും വളരെ ആളുകൾ പ്രാർത്ഥന നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവവചനം വായിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. നമ്മൾ സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ 800 കോടി ജനം പാർക്കുന്നതിൽ എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൃദയം തുറങ്ങിയും മനസ്സ് തകർന്നുമായിരിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഹല്ലേലൂയ. നിങ്ങളൊരു ജീവിതം ആരംഭിച്ചപ്പോൾ ആ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കുടുംബം, നല്ലൊരു ജീവിതം, നല്ലൊരു വീട്, നല്ലൊരു ഭാര്യ, നല്ല മക്കൾ, അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, അപ്പോൾ തന്നെ നല്ല ബിസിനസ്സുകളൊക്കെ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ചിലതൊക്കെ തുടങ്ങി വെച്ചു. പക്ഷെ പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങളിൽ അതെല്ലാം തകർന്നു പോയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയം തകർന്ന് ഒരനുഭവമായി, മനസ്സ് തകർന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഹല്ലേലൂയ താങ്കൾ ഭാരപ്പെടുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, താങ്കളുടെ ഹൃദയം കലങ്ങിയതും ഹൃദയം നുറുങ്ങിയതും മനസ്സ് തകർന്നതും കണ്ട് ദൈവം ഹല്ലേലൂയ മാറിപ്പോകുകയില്ല. താങ്കളുടെ സകല പ്രശ്നത്തിനും മറുപടി നൽകാൻ ദൈവം വിശ്വസ്തനാണ്. എവിടെയാണ് തകർച്ച വന്നത്, എവിടെയാണ് വീഴ്ച വന്നത്, ആ വിഷയത്തിനിടയിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. മനുഷ്യൻ നിങ്ങളുടെ വീഴ്ച കണ്ട് മാറിപ്പോകും. നിങ്ങളുടെ സ്നേഹിതരും ഉറ്റവരും ഉടയവരുമെല്ലാം നിങ്ങളുടെ വീഴ്ച കണ്ട് മാറിപ്പോകും. എന്നാൽ നിങ്ങളുടെ വീഴ്ച കണ്ട് മാറിപ്പോകാതെ ആ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ യേശു ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞതാണ്, പാസ്റ്റർ ജീവിതത്തിൽ മടുത്തു, ഒരുപാട് ജോലി ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു. അവസാനം ചില ബിസിനസ്സുകൾ ചെയ്തു, അതും പരാജയപ്പെട്ടു. ഇപ്പോൾ ഒരുപാട് കടത്തിൻ്റെ ഗണിയിലാണ്. എനിക്ക് കടം തീർക്കുവാൻ പറ്റില്ല, നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം പാസ്റ്ററെ? അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനകത്ത് എനിക്കും വളരെ സങ്കടം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാരമില്ല ബ്രദറെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായൊരു ദൈവമുണ്ട്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് താങ്കളുടെ ഹൃദയത്തിൻ്റെ നുറുക്കത്തെ കാണുന്നൊരു ദൈവമുണ്ട്, താങ്കളുടെ മനസ്സ് തകർന്ന അനുഭവത്തെ കാണുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് കർത്താവ് താങ്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അനവധി ആളുകളുണ്ട്. കുടുംബജീവിതം തകർന്നവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരിക്കുമൊക്കെ അടിമയായി കുടുംബജീവിത സന്തോഷം നഷ്ടപ്പെട്ടവരുണ്ട്. വിവിധ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് ജീവിതം തകർന്നവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്ന ശ്രോതാവേ, പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ പറയുവാനുള്ളത്, നിന്നെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പദ്ധതിയില്ല. എന്നാൽ നിന്നെ തകർത്ത് കളയുവാൻ സാത്താന് പദ്ധതിയുണ്ട്. സാത്താൻ നിന്നെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുക, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, എത്ര കാലമായി താങ്കൾ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു? ജീവിതത്തിലൊരു സന്തോഷമില്ലാതെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ നിറഞ്ഞ കണ്ണുമായി എത്രയോ നാളുകളായി താങ്കൾ അമ്മ കടന്നു പോകുന്നത്. ശാരീരികമായി ക്ഷീണത്താൽ താങ്കൾ ഭാരമനുഭവിച്ച് പല മരുന്നുകൾ ചെയ്തിട്ടും പല ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ സകല വിഷയങ്ങൾക്കും മറുപടി നൽകാൻ ദൈവം വിശ്വസ്തനാണ്. വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, യഹോവയെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സമീപസ്ഥനാകുന്നു എന്ന് 145-ാം സങ്കീർത്തനത്തിനകത്തും വായിക്കാൻ കഴിയും. അതേ ഇന്ന് പകൽ നിന്റെ ഹൃദയം പരിഭാവനമാണോ?
ഹൃദയം വിശുദ്ധമാണോ? മനസ്സ് വിശുദ്ധമാണോ? ഭാരങ്ങൾ എത്രയുണ്ടായിരുന്നാലും, പ്രതിസന്ധി എത്രയുണ്ടായിരുന്നാലും, ആമേൻ, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ അവൻ ചാരത്ത് വന്ന് നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ദൂരത്തിരിക്കുന്നവനാണെങ്കിലും നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ സമീപസ്ഥനായി നിൻ്റെ അരികിലേക്ക് വരും. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നീ തകർന്നു പോകരുത്. കഷ്ടതയെ കണ്ട് നീ ഭാരപ്പെട്ടു പോകരുത്. കണ്ണുനീരിന് നടുവിൽ ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. ഹല്ലേലൂയ. പലരുടെയും ചിന്ത എന്താണ്? കർത്താവ് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ, ഈ അണ്ടകടാകത്തെ മുഴുവൻ, അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച് സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനും സർവവ്യാപിയുമായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് സാധാരണക്കാരനായൊരു മനുഷ്യന് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ സകലത്തിൻ്റെ ഉടയവനായിരിക്കുന്ന സൃഷ്ടാവിന് നിൻ്റെ വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയും. അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമാണ്. അവൻ നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ച ദൈവമാണ്. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ മേൽ അളവറ്റ മനസ്സിലും കൃപയും വെച്ച് തന്ന് നിങ്ങളെ അന്വേഷിച്ച് വന്നവനാ. പാപത്തിൻ്റെ ചുഴിയിൽ വീണ് കിടന്ന, പാപത്തിൽ അകപ്പെട്ട് കിടന്ന, സമാധാനം നഷ്ടപ്പെട്ട് കിടന്ന നിങ്ങളെ തേടിയെത്തി വന്നവനവൻ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം വിചാരിക്കാത്ത ദാസരൂപമെടുത്ത് ഹല്ലേലൂയ വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ സകല പ്രശ്നങ്ങളും ഏറ്റെടുത്ത് ഹല്ലേലൂയ കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നീ പതറിപ്പോകരുത്. ഹൃദയം നുറുങ്ങിയ, മനസ്സ് തകർന്നതിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന നിങ്ങളെ അവൻ്റെ രക്തത്താൽ കഴുകി ഹല്ലേലൂയ യേശുവിൻ്റെ ജീവനെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ ജീവനുള്ളവനാക്കി മാറ്റി. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. റോമലേഖനം 8:32. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ആമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ആമേ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് കാൽവറിയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു തൻ്റെ ജീവനെ അർപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ നിൻ്റെ സകല വിഷയത്തിനും കർത്താവ് മറുപടി തരാൻ വിശ്വസന. ഹല്ലേലൂയ. തകർന്ന നിൻ്റെ ജീവിതത്തെ ദൈവം പുതുക്കിയെടുക്കാൻ ആഗ്രഹിക്കുക. കണ്ണുനീരിൻ്റെ നടുവിലൂടെ നീയാണോ? ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ പോകുക. നിൻ്റെ കടക്കണികളെ മാറ്റുവാൻ, നിന്റെ തകർന്ന ജീവിതത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നല്ലൊരു കുടുംബജീവിതം, സമാധാനമുള്ള ജീവിതം തന്ന് നിനക്ക് ആശ്വാസം പകരാൻ ദൈവം ആഗ്രഹിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൈവമുണ്ട്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരെയും വലിയവരെയും കുടിലോട്ട് കൊട്ടാരതുവരെ പാർക്കുന്ന സകല ജനത്തെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരതുവരെ പാർക്കുന്ന മനസ്സ് തകർന്ന് ഹൃദയം തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഈ ജനത്തെ സങ്കടങ്ങളെ നീക്കി അവർക്ക് ആശ്വാസം കൊടുക്കണമേ, അവർക്ക് സമാധാനം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.